പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. നമസ്കാരം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ വിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ സ്വർണ്ണവർഷം സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്വർണ്ണവർഷം എന്ന് പറയുന്നത് എന്താണ് എന്നറിയാലോ അല്ലേ? സ്വർണം സമ്മാനമായിട്ട് കിട്ടുന്ന പ്രോഗ്രാമാണ് സ്വർണ്ണവർഷം. അപ്പോൾ ഈസ്റ്ററിന് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴത്തേ സ്വർണം കൂടെ സമ്മാനമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡബിൾ ഹാപ്പി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ഹാപ്പി ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മാത്രം ചെയ്താൽ മതി. ഇങ്ങോട്ട് വിളിക്കുക. വിളിച്ചിട്ടത് എൻ്റെ അടുത്ത് ഈ ഇരിക്കുന്ന കുറച്ച് നമ്പേഴ്സ് കാണുന്നില്ലേ, ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്യുക, എന്നോട് പറയുക. ചൂസ് ചെയ്യുമ്പോൾ ഞാൻ അത് ചെന്ന് തുറന്നു നോക്കുമ്പോൾ സ്വർണ്ണമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. അതാണ് നമ്മുടെ സ്വർണ്ണവർഷം. അതായത് ഈ ഇരിക്കുന്ന ബോക്സുകളിൽ ഏതൊക്കെയോ ബോക്സുകളിൽ സ്വർണ്ണമുണ്ട്, പക്ഷെ അത് നമുക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. നിങ്ങളത് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കുക. പിന്നെ വിളിച്ച് മാത്രമല്ല, നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പങ്കെടുക്കാം കേട്ടോ. വാട്സപ്പിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും അയക്കുക. ഒറ്റ തവണ മാത്രമേ അയക്കാവുള്ളൂ. ആ നമ്പറിലോട്ട് വിളിക്കരുത് കേട്ടോ. വിളിച്ചു കഴിഞ്ഞാൽ ആരും എടുക്കില്ല. വിളിക്കാനുള്ള വേറെ നമ്പറാണ് നിങ്ങൾ കാണുന്നുണ്ടാവും നമ്പർ. അപ്പോൾ ആ നമ്പറിലോട്ട് തന്നെ വിളിക്കുക. യെസ്, നമ്മുടെ സ്വർണ്ണവർഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൺഡേ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ് എന്നുള്ളതാണ്. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളൊന്ന് വിളിച്ചാൽ മാത്രം മതി. ശരിക്കും നമ്മളെല്ലാവരും TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട് അല്ലേ? ഫോൺ അങ്ങനെ മാറ്റി വെച്ചിട്ട് TV കാണുന്നവരൊക്കെ വളരെ റെയറായിട്ട് ഞാൻ കാണാറുള്ളൂ. അപ്പോൾ ആ ഫോണിലൊന്ന് ജസ്റ്റ് ഡയൽ ചെയ്താൽ മാത്രം മതി. വിളിക്കുക, പറയുക. വളരെ ഈസി ആയിട്ട് പങ്കെടുക്കാം. വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നോർമലി ഏതെങ്കിലുമൊക്കെ ഗെയിം ഷോ എന്ന് പറയുമ്പോൾ ഒരുപാട് നിങ്ങൾ തല പോയിക്കേണ്ടി വരും. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്താൽ മാത്രം മതി. എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളറിലോട്ട് നമുക്ക് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? പ്രസന്ന ചേച്ചി, ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ. എന്റെ ശബ്ദം എനിക്ക് കേൾക്കാം. കുറച്ചു. ഓക്കെ. പ്രസന്ന ചേച്ചി പാലക്കാട് നിന്നാണോ വിളിക്കുന്നത്? പാലക്കാട്. യെസ്. എന്താ ചെയ്യുന്നത് ചേച്ചി? ഹൗസ് വൈഫ് ആണ്. വീട്ടിലാരൊക്കെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ സ്വർണം കിട്ടിയോ? കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുന്നത്തെ പ്രാവശ്യം 30-ാം തീയതി വിളിച്ചപ്പോ സ്വർണം കിട്ടി. പിന്നെ അവസാനം വെച്ച് കിട്ടിയത്. അവസാനം വിളിച്ച് സ്വർണം കിട്ടിയ ആളല്ലേ? യെസ്, ഓർക്കുന്നു. ഓക്കെ. സുഖമായിട്ടിരിക്കുന്ന ചേച്ചി? സുഖാണോ? ഓക്കെ. ഇത്തവണ ഏതാണ് നമ്പർ? നമ്പറോ? 55. കഴിഞ്ഞ തവണ ഏറ്റവും ലാസ്റ്റ് ആണ് വിളിച്ചെങ്കിൽ ഇന്ന് ഏറ്റവും ആദ്യമാണ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 55-ല് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നോക്കട്ടെ. യെസ്, ഗോൾഡ് ഉണ്ടോ 55-ൽ? അയ്യോ, ഇല്ലല്ലോ ചേച്ചി. സാരമില്ല. യെസ്, അതെ. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. താങ്ക് യു. ഓക്കെ, ബൈ. ഓക്കെ, പ്രസന്ന ചേച്ചിക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് കോളറാണ്. ഇനി ഒരുപാട് കോളേഴ്സ് വിളിക്കാനുണ്ട് അല്ലേ? ഒരുപാട് ചൂസ് ചെയ്യാൻ നമ്പേഴ്സ് ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ വിഷമിക്കേണ്ട. വിളിച്ച് കിട്ടാത്തവർ വീണ്ടും വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ അയക്കുക. ഇങ്ങനെ നമുക്ക് വീണ്ടും ചാൻസസ് ഉണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ആലപ്പുഴന്ന് വേണുഗോപാൽ ചേട്ടനാണോ? ആഹാ, ചേട്ടാ ഹാപ്പി ഈസ്റ്റർ. ഇന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടോ വീട്ടില്? ആരെങ്കിലും ഒക്കെ വന്നോ?
എന്തോ ഓക്കെ എന്തേട്ടാ കേട്ടില്ല? കേൾക്കാം. ഓ യെസ്, എല്ലാവർക്കും വിഷ് ചെയ്താ അല്ലേ ചേട്ടൻ? ഓക്കെ ഓക്കെ. അവിടെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ചേച്ചിക്കും സുഖമല്ലേ? ഓ എനിക്കൊന്ന് ചേട്ടൻ്റെ ഇന്ന് റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. ചേട്ടൻ നമ്പർ പെട്ടെന്ന് പറഞ്ഞോ. ഹലോ. ശരിക്കും കേൾക്കുന്നില്ല മോളെ. ആ കേൾക്കുന്നില്ല, നമ്പർ പെട്ടെന്ന് പറഞ്ഞോ എങ്കിൽ ചേട്ടൻ. അതുകൊണ്ട് ആ എത്രയാ നമ്പർ? ഹലോ, നമ്പർ എത്രയാ ചേട്ടാ? 48 പറഞ്ഞു. 48 അല്ലേ? 48. ഓക്കെ, 48 ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ചേട്ടന്റെ ലക്ക് 48 ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ, 48 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി, ഗോൾഡ് ഉണ്ട്. ശരിക്കും കോള് കട്ടായി പോയി, സാരമില്ല. നമുക്ക് സ്വർണ്ണം അടിച്ചിട്ടുണ്ട്. വേണുഗോപാൽ ചേട്ടനെയൊക്കെ നമുക്ക് എനിക്കൊന്ന് സ്ഥിരം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാം, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള ചേട്ടനാണ്. അതുപോലെ ശ്രീരഞ്ജിനി ചേച്ചിയാണ് വൈഫ്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് സ്വർണ്ണം അടിക്കാറുണ്ട്. എനിക്കൊന്ന് നമ്മുടെ വിളിക്കുന്ന ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക, വിളിക്കുന്ന കോളേഴ്സാണ്. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് സമ്മാനം അടിക്കാറുണ്ട്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ചേട്ടാ. ഇന്ന് നേരെ സംസാരിക്കാൻ പറ്റില്ല, സാരമില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് അടിപൊളിയായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് വേണുഗോപാൽ ചേട്ടനാണ്. ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പോൾ ഈസ്റ്റർ ആയിട്ടാണ് അല്ലേ ഒരു സന്തോഷം വീട്ടിലോട്ട്. അടിപൊളി, ഇപ്പോൾ ഡബിൾ ഹാപ്പി. ഇനി നമുക്ക് അടുത്ത വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ. ഹലോ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്, മീനയാണ് സംസാരിക്കുന്നത്. മീന. ഓക്കെ, എന്താ ചെയ്യുന്നത് ചേച്ചി? ഞാൻ വീട്ടിൽ തന്നെ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഇപ്പോഴും ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. ആ, ഫാമിലി മക്കളൊക്കെ? മകളുണ്ട്, മകള് പുറത്താണ്. മകളും ഹസ്ബൻഡും കുട്ടികളും ഒക്കെ പുറത്താണ്. ആഹാ, ഇനിയിപ്പോ എപ്പോഴാ വരുന്നേ നാട്ടിൽ അവര് ലീവിന്? അവര് സ്കൂൾ വെക്കേഷനില്. സ്കൂൾ വെക്കേഷൻ ടൈം അല്ലേ? ഒരു എനിക്കൊന്ന് ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോ വരുമായിരിക്കും അല്ലേ? അതെ, ജൂലൈ ഓഗസ്റ്റ്. ജൂലൈ ഓഗസ്റ്റിലൊക്കെ. ഓക്കെ, യെസ്. അപ്പൊ എവിടെയാണ് അവര്? അവര് അബുദാബിയിലാണ്. അബുദാബിയിലാണ്. ഓക്കെ ഓക്കെ. ചേച്ചി നമ്പർ ചൂസ് ചെയ്തോ? നമ്പർ 62. 62 അല്ലേ? 62ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ. യെസ്, ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഗോൾഡ് ഇല്ലല്ലോ. കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ ചേച്ചി, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ. ഓക്കെ, യെസ്. നമുക്കിപ്പോൾ ഒരു 3 കോളേഴ്സ് ആയി. 3 കോളേഴ്സിൽ ആയപ്പോൾ തന്നെ നമുക്കൊരു വിന്നറിനെ കിട്ടിയിട്ടുണ്ട്. ഇനിയും വിന്നേഴ്സ് വരാനുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗോൾഡ് ഇരിപ്പുണ്ട്. പെട്ടെന്ന് തന്നെ വിളിക്കാം കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ. ഹലോ, ഇതാരാണ്? പവിത്ര. പവിത്ര, എവിടെന്നാ വിളിക്കുന്നേ? ട്രിവാൻഡ്രം. ആഹാ, ട്രിവാൻഡ്രത്ത് എവിടെയാ? കഴക്കൂട്ടം. കഴക്കൂട്ടത്താണ്. പവിത്ര എന്താ ചെയ്യുന്നേ? ഞാനിവിടെ ബിടെക് പഠിക്കുക. ബിടെക് പഠിക്കുകയാണ്. ഏത് കോളേജിലാ? മറിയം എഞ്ചിനീയറിംഗ് കോളേജ്. ആഹാ, ഏത് ഇയർ ആയി ഇപ്പോ? ഇപ്പൊ ഇനി ഫൈനൽ ഇയറിലോട്ട് ആകാൻ പോകുന്നു. എക്സാം ഒക്കെ കഴിഞ്ഞോ ഈ സെമ്മിന്റെ? ഇല്ല, അത് തന്നെയാ. എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണോ? അല്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞോ? ഇല്ല. പഠിച്ചു തുടങ്ങിയോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് എക്സാംസ് ഒക്കെ? എല്ലാം പാസ്സായോ? സപ്ലി ഒക്കെ ഉണ്ടോ? ഇല്ല, എല്ലാം ക്ലിയർ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സീനൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ? 69. 69ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പവിത്രയ്ക്ക് ലെറ്റ്സ് സീ. സോ പവിത്രയ്ക്ക് ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല. അപ്പൊ ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, യെസ്. നമുക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, നിങ്ങൾ വാട്സപ്പിലും കൂടെ അയക്കാൻ മറക്കരുത്. കാര്യം വാട്സപ്പിൽ നിങ്ങൾക്ക് അയക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. കോളിൽ കിട്ടിയില്ലെങ്കിൽ പോലും, കോൾ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിലും, കോൾ കണക്ട് ചെയ്തിട്ട് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ കിട്ടിയവരാണെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ ഒരു തവണ അയക്കുക. 8086011443 എന്ന നമ്പറാണ്. ആ നമ്പറിൽ വാട്സപ്പിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? അബ്ദുൽ ഖാദർ. അബ്ദുൽ ഖാദർ. യെസ്, എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട്. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട് ചേട്ടാ? എല്ലാരും ഉണ്ട്. എന്താ ചെയ്യുന്ന ചേട്ടൻ? ആഹാ, എന്തിന്റെ ബിസിനസ്സാ?
ഇലക്ട്രോണിക്. ഓക്കെ ഓക്കെ. ഇന്നിപ്പോ അവധിയാ അല്ലേ, ഈസ്റ്റർ ആയോണ്ട്? അതെ അതെ അതെ. ഓക്കെ ചേട്ടാ, ഏതാണ് നമ്പർ ചൂസ് ചെയ്തിരിക്കുന്നത്? 32. 32 അല്ലേ? 32ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ 32ൽ ഗോൾഡ് ഉണ്ടോ. ഇല്ല ഇല്ല കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, അബ്ദുൽ ഖാദർ ചേട്ടനും കിട്ടിയിട്ടില്ല. വീണ്ടും വിളിച്ചു നോക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് അയച്ചു നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോയാലോ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഞാൻ ബിനോയ് കുര്യൻ. ബിനോയ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് ഈസ്റ്റർ ആയിട്ട് വീട്ടിൽ എന്തൊക്കെയാണ് പരിപാടി? ഈസ്റ്ററായിട്ട് രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, തിരിച്ചു വീട്ടിൽ വന്നു. ഉച്ചയ്ക്ക് എന്താണ് സ്പെഷ്യൽ? സ്പെഷ്യല് രാവിലെ കപ്പയാണ് കഴിച്ചത്, കപ്പയും പോത്തുമാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് ഊണാണ്. ഓക്കെ, വീട്ടിൽ ഇനി ആരെങ്കിലും ഒക്കെ വന്നിട്ടൊക്കെ ഉണ്ടോ? റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടോ ഈസ്റ്റർ ആയിട്ട്? വീട്ടിൽ ഉച്ച കഴിഞ്ഞ് വരും, ഇനി വരും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ വൈഫുണ്ട്, ഒരു മോനുണ്ട്. മോൻ എത്രാം ക്ലാസ്സിലാ? പിന്നെ അവൻ 21 വയസ്സായി. ഒക്കെ ചെറിയൊരു ജോലിയിലൊക്കെയാണ്. ഓക്കെ ഓക്കെ. എത്രയാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? നമ്പർ 28. 28 നോക്കാം. 28ല് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ബിനോയ്ക്ക് 28ൽ ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഇല്ല കേട്ടോ. ഓക്കെ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. അപ്പൊ ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ. ഓക്കെ ഓക്കെ. സോ യെസ്, ബിനോയ്ക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതുവരെ കിട്ടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണുഗോപാൽ ചേട്ടനാണ് കിട്ടിയിരിക്കുന്നത്. ഇനി കിട്ടാൻ പോണത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. നിങ്ങൾ വിളിച്ചാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് ചൂസ് ചെയ്ത് നമുക്ക് സ്വർണം പെട്ടെന്ന് എടുക്കണം. ഓക്കെ, നമുക്ക് അടുത്ത കോളിലോട്ട് പോയാലോ. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ധാരാണ്? വീണ്ടും ആലപ്പുഴ. ശ്രീരഞ്ജിനി ചേച്ചി, അതെ അതെ അതെ. സ്വർണം കിട്ടിയല്ലോ. വേണുഗോപാൽ ചേട്ടന് സന്തോഷമൊന്നും കേൾക്കാനും അറിയാനും പറ്റില്ല. കോള് കട്ടായി പോയില്ലേ? അതെ 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 അതെ. ഹാപ്പി ആയോ? ഹാപ്പി ആയോ? ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, ചേട്ടന് കിട്ടിയ സ്ഥിതിക്ക് ഇനി ചേച്ചിക്കും കൂടെ കിട്ടുമോ നോക്കാൻ വന്നതല്ലേ? താങ്ക് യു. നേരത്തെ സംസാരിക്കാൻ പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വർണ്ണം അടിക്കുമല്ലോ, എന്താണ് ഈ ലക്കിന്റെ ഒരു സീക്രട്ട്? അതെ അതെ, അതിന് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഗോൾഡൻ പോയിന്റ് വരണം. ഗോൾഡൻ, അതിന് സെപ്പറേറ്റ് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് സമ്മാനം അടിക്കുന്നതിന് സ്വർണ്ണവർഷത്തിന്റെ ഒരു അവാർഡ് തരാം. അവാർഡ് ഓഫ് ദി ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ചേച്ചി ഏതാണ് നമ്പർ സെലക്ട് ചെയ്തത്? 24. ഓക്കെ, 24ല് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഇന്ന് ഒരു ഗോൾഡ് അടിച്ച ആളാണ്. അടുത്ത ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. 24ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. ഇല്ല, സാരമില്ല, വിഷമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഒരു ഗോൾഡ് അടിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ ചേച്ചി, ഇനി വിളിക്കണം. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അതുപോലെ തന്നെ അങ്ങോട്ടും ഫാമിലി എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ കേട്ടോ. ഓക്കെ ചേച്ചി, ബൈ. ഓക്കെ, യെസ്. എന്തായാലും നമുക്ക് നേരത്തെ വിൻ ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ സാധിച്ചു. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? എന്താണ് പേര്? ഡിജി എന്നാണോ പേര്? DIJI എന്നാണോ സ്പെല്ലിംഗ്? ഓ, അടിപൊളി പേരാണല്ലോ. എന്താ ഈ പേരിന്റെ മീനിങ് എന്താ? അറിയത്തില്ല, ചോദിച്ചില്ല. എത്രാം ക്ലാസ്സിലാ ഡിജി? 7ാം ക്ലാസ്സിലാണ്. അപ്പൊ വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി?
ഒന്നുമില്ല, വെറുതെ ഇരിപ്പാ. ബോറടിക്കത്തില്ലേ വെറുതെ ഇരുന്ന? ബോറടിക്കത്തില്ലേ? വെക്കേഷൻ ക്ലാസ്സിന് വല്ലതും പോകുന്നുണ്ടോ? ഒന്നിനും പോകുന്നില്ല. ഇപ്പൊ മെയിൻ ആയിട്ട് വെക്കേഷൻ ടൈമിൽ എന്താ ചെയ്യുന്നേ? പടം വരയ്ക്കുക, വായിക്കുക, എന്താണ് പരിപാടി? പടം വരയ്ക്കും. ഓക്കെ ഓക്കെ, അതാണ് പരിപാടി. ഏതാണ് നമ്പർ ഡിജി സെലക്ട് ചെയ്തത്? 13. 13. 1 3 13. 13-ല് ഡിജിക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ, 13-ല് ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ, ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല. ഹാപ്പി ഈസ്റ്ററേ. മൊത്തത്തില് ആളിങ്ങനെ ഈ എന്നൊക്കെ പറയുന്നുള്ളൂ. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ സ്മാർട്ടായിട്ട് സംസാരിക്കണേ. ഓക്കെ, സോ നമുക്ക് അടുത്ത കോളിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, വാട്സപ്പിൽ അയക്കാൻ മറക്കരുത്. 8086011443 എന്ന നമ്പറിലോട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്ര അയക്കുക. ഇത് 12:45 വരെ സമയമുള്ളൂ നമുക്ക്. ഇതിൻ്റെ ഒരു വാട്സപ്പിൽ അയക്കുന്നതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളിലൂടെ സ്വർണം കൊടുക്കാൻ പറ്റാത്ത ബോക്സുകളിൽ എവിടെയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിലാണ് ലാസ്റ്റ് അതിൽ നിന്ന് ഏറ്റവും ആദ്യം ആ കറക്റ്റ് ഉത്തരം അയച്ചിരിക്കുന്നവരെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ അയച്ചിട്ടേക്കുക. 12:45 വരെ മാത്രമേ സമയമുള്ളൂ. നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ധന്യ. ധന്യ എവിടുന്നാ വിളിക്കുന്നേ? കൊട്ടാരക്കരയിൽ. കൊട്ടാരക്കരയിൽ നിന്നാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുള്ളത് ധന്യ? വീട്ടില് മക്കളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, അമ്മയുണ്ട്. ആഹാ, മക്കളൊക്കെ എത്രയായി? ഒരാള് 2.5 വയസ്സ്, ഒരാള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ മൂത്ത ആള് ആൺകുട്ടിയാണോ? രണ്ടുപേരും ആൺകുട്ടികളാണ്. രണ്ടുപേരും ആൺകുട്ടികളാണ്. ഓക്കെ, നല്ല ഡിഫറൻസ് ഉണ്ടല്ലേ രണ്ടുപേരും തമ്മില്? അതെ അതെ, ഏജ് ഡിഫറൻസ്. അപ്പൊ മൂത്ത ആള് നോക്കിക്കോളൂ രണ്ടാമത്തെ ആളെ? കുഴപ്പമില്ല, നോക്കോളും. കുഴപ്പമില്ല, നോക്കിക്കോളൂ. ഓക്കെ, സോ യെസ്, ഏതാണ് നമ്പർ? 16. 16 ചൂസ് ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? 60 എന്ന് പറയുന്ന നമ്പറിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ചൂസ് ചെയ്യാൻ കാര്യം? ഗോൾഡ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രേ ഉള്ളൂ, വെറുതെ തോന്നി ഗോൾഡ് ഉണ്ടെന്നല്ലേ? ഓക്കെ ഓക്കെ, നോക്കാം ഗോൾഡ് ഉണ്ടോ 16-ൽ എന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ, ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ, ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ യെസ്, നമ്മുടെ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിന്നറിനെ നമുക്ക് കിട്ടി. ഇനിയും വിന്നേഴ്സിനെ കിട്ടാനുണ്ട്. എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഇനി സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. യെസ്, സ്വർണ്ണവർഷത്തിൽ നമുക്ക് ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിന്നറിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും വിന്നേഴ്സിനെ കിട്ടാനുണ്ട്. കാര്യം ഒരുപാട് ബോക്സുകൾ ഇനി തുറക്കാനുണ്ട്, ഒരുപാട് സ്വർണം കണ്ടെത്താനും ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ ദിവസം അറിയാലോ, വളരെ സ്പെഷ്യലാണ്, ഈസ്റ്റർ ആണ്. ഈസ്റ്റർ ദിവസത്തിൽ നമുക്ക് ഒരു ഇരട്ടി സന്തോഷിക്കാവുന്ന ഒരു ചാൻസ് കൂടിയാണ് സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് കോളിലൂടെ മാത്രമല്ല വാട്സപ്പിലൂടെയും പങ്കെടുക്കാം. വാട്സപ്പിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ അയക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആരും എടുക്കാത്ത നമ്പേഴ്സ് തന്നെ അയക്കുക. 12:45 വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്. നമ്പർ 8086011443 എന്ന നമ്പറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അയക്കുക. ആ നമ്പറിലോട്ട് കോൾ ചെയ്യരുത്, ആരും എടുക്കില്ല. അത് വാട്സപ്പിൽ അയക്കാൻ വേണ്ടി മാത്രമുള്ള നമ്പറാണ്. കോൾ ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് നമ്പറാണ്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ആ നമ്പറിലോട്ട് വിളിക്കുക കേട്ടോ. യെസ്, നമുക്ക് കോളിലോട്ട് പോയാലോ.
പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഇതാരാണ്? അപ്പു. അപ്പു എവിടുന്നാ വിളിക്കുന്നേ? തിരുവനന്തപുരത്തുനിന്ന്. ഓക്കെ, എന്താ ചെയ്യുന്ന അപ്പു? ഞാനിപ്പോ ഹോട്ടൽ മാനേജറായിരുന്നു. ഇപ്പൊ ഫ്രീ ആയിട്ട് ലീവിനെ വീട്ടിൽ വന്ന് നിൽക്കുക. ആഹാ, ഓ പുറത്തായിരുന്നോ? പുറത്തല്ല, ഇവിടെ തന്നെ തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാട്ടിലായിരുന്നു, ഇപ്പൊ ലീവിന് വീട്ടിൽ വന്നിരിക്കുക അല്ലേ? അതെ അതെ അതെ. എത്ര നാളുണ്ട് ലീവ്? ലീവ് ഇപ്പൊ ഇനി ഈസ്റ്റർ അല്ലേ, ഇനി ഈസ്റ്റർ കഴിഞ്ഞ് 2 ദിവസം കാണും. അങ്ങനെ തിരിച്ചു കയറും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും അല്ലേ? ഓക്കെ. ഇങ്ങനെ ലോങ് വീക്കെൻഡ് ഒക്കെ കിട്ടുമ്പോൾ മാത്രമേ വരാറുള്ളൂ, അതോ എല്ലാ സാറ്റർഡേ സൺഡേ ഒക്കെ വരുന്ന കൂട്ടത്തിലാണോ? അങ്ങനെയല്ല, ലോങ് ലീവ് 2 മാസം കൂടുമ്പം 4 ലീവ് 8 ലീവ് ഒരുമിച്ചെടുത്തിന് വരും. അങ്ങനെ വരും അല്ലേ? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് അപ്പുവിന്റെ? ഞാന്, വൈഫ്, കുട്ടി. കുട്ടി എത്രയായി? 2 വയസ്സ്. 25th ബർത്ത്ഡേ. ആഹാ, ഓ യെസ്, ബർത്ത്ഡേ ഗേൾ ആണ്. ഇപ്പൊ എന്റെ വക ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണം കേട്ടോ, അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. മോളുടെ പേരെന്താ? ഷിക്കാർ. ഷിക്കാർ, കൊള്ളാലോ, നല്ല പേര്. ഓക്കെ, യെസ്. അപ്പോ ഷിഖ എന്നാണ് പേര്, ഞാൻ ഷിക്കാർ എന്നാണ് കേട്ടോ. ഓക്കെ, ഷിഖ. ഓക്കെ, സോ ഏതാണ് നമ്പർ? ഏതാണ്? യോ, കേൾക്കുന്നില്ല. ഏതാ നമ്പർ? 20. ഓക്കെ, 20യിൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 20യിൽ അപ്പുവിന് ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ടോ? ഇല്ല, സോറി, ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹാപ്പി ഈസ്റ്റർ. സോ യെസ്, വെക്കേഷൻ ലീവൊക്കെ ആയിട്ട് വീട്ടിലൊക്കെ വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഹാപ്പിനെസ്സിനിടയിൽ ഇത് കിട്ടിയില്ലെങ്കിലും അതൊരു മാറ്ററേ അല്ല അല്ലേ? യെസ്, നമുക്ക് അടുത്ത കോളിലോട്ട് പോകാം. ഹലോ. ഹലോ. ഹലോ, പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ശ്രീകല. ശ്രീകല, എവിടുന്നാ വിളിക്കുന്നേ? പൂജപ്പുര. പൂജപ്പുര. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഞാനും ഹസ്ബൻഡും ഉണ്ട്. മക്കൾ 2 കല്യാണം കഴിഞ്ഞു. ആഹാ, മക്കളൊക്കെ എവിടെയാണ് കല്യാണം കഴിഞ്ഞ് പോയിരിക്കുന്നത്? ഇവിടെ തന്നെ തിരുവനന്തപുരത്ത്. ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പൊ ഇന്നിപ്പോ അവധിയായിട്ട് വന്നില്ലേ വീട്ടില്? ഉണ്ട്, മോനും വൈഫും ഉണ്ട്. ഓ, എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ ഏതാണ് നമ്പർ? 64. 64 അല്ലേ? എന്താണ് ഈസ്റ്റർ ആയിട്ട് സ്പെഷ്യൽ? എന്താണ് വീട്ടില്? പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, 64 നമുക്ക് തുറന്ന് നോക്കാം. ഗോൾഡ് ഉണ്ടോ നോക്കാം. ഓക്കെ, നോക്കട്ടെ. 64ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ല. സാരമില്ല. സോ നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വാട്സപ്പിലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഓക്കെ, താങ്ക് യു, ടാറ്റാ. സോ നമ്മുടെ വാട്സപ്പ് നമ്പറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അയക്കാൻ മാത്രമേ പറ്റുള്ളൂ, നിങ്ങൾ കോൾ ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് കോൾ വരുന്നുണ്ട്, അതുകൊണ്ട് പ്രൊഡ്യൂസർ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് വിളിക്കരുതേ എന്ന് പറയണമെന്ന്. അപ്പോൾ നിങ്ങൾ വിളിക്കരുത്, നിങ്ങൾ മെസ്സേജ് മാത്രം, അതായത് വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ. പിന്നെ ഒരുപാട് തവണ നിങ്ങൾ നമ്പേഴ്സ് മാറ്റി മറിച്ച് വെച്ചിട്ട് കാര്യമില്ല, ഒറ്റ തവണ മാത്രമേ അയക്കാവുള്ളൂ. ഓക്കെ, സോ യെസ്, നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. 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 ഹലോ, ഇതാരാണ്? അനിൽകുമാർ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഹാപ്പി ഈസ്റ്റർ. എവിടുന്നാ വിളിക്കുന്നേ? ഹാപ്പി ഈസ്റ്റർ. എവിടുന്നാ വിളിക്കുന്നേ? പേയാട്, ട്രിവാൻഡ്രം. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ ഞാനും വൈഫും മാത്രം. ആഹാ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ചേട്ടനല്ലേ? അതെ അതെ. യെസ്, സുഖാണല്ലോ അല്ലേ? സുഖമാണ്. ഇന്ന് ഏതാണ് നമ്പർ ചൂസ് ചെയ്തിരിക്കുന്നേ? 17. 17 അല്ലേ? 17ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാവേ. നോക്കട്ടെ, ഗോൾഡ് ഉണ്ടോ 17? അയ്യോ, ഇല്ലല്ലോ. വീണ്ടും വിളിക്കണം, അതാണ്. ഓക്കെ ചേട്ടാ, ശരി. വീണ്ടും വിളിക്കാൻ കേൾക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ആളെ പിടികിട്ടും. എപ്പോഴും ചേട്ടൻ വെക്കാൻ നേരത്തെ വീണ്ടും വിളിക്കാന്ന് പറഞ്ഞാണ് വെക്കുന്നത്. അത് നല്ലൊരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ. ഡെസ്പൊന്നും ആകുന്നില്ല, വിഷമിക്കുന്നില്ല, വീണ്ടും ട്രൈ ചെയ്യും അല്ലേ, അത്രേ ഉള്ളൂ. അങ്ങനെ വീണ്ടും വിളിച്ചോണ്ടിരിക്കുക, നമുക്ക് എന്തായാലും സ്വർണ്ണം അടിക്കും. സോ യെസ്, അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. അത് ആരാണ്? അഞ്ജലി. എവിടുന്നാ വിളിക്കുന്നേ?
നെയ്യാറ്റിങ്കര. നെയ്യാറ്റിൻകര. അഞ്ജലി ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. അഞ്ജലി എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ പഠിക്കുകയാണ്. എത്രാം ക്ലാസ്സിലാ? കോളേജ് ആണോ സ്കൂളാണോ? കോളേജ്. കോളേജ് എന്തിനാ പഠിക്കുന്നേ? BDSന്. BDSന് പഠിക്കുകയാണ്. ഓക്കെ, ഏത് ഇയർ ആയി? ഇപ്പൊ കേറിയതേ ഉള്ളൂ. ഇപ്പൊ കേറിയതേ ഉള്ളൂ. ഏത് കോളേജിലാ? വർക്കലയാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്നും പോയി വരും? ഇല്ല, ഹോസ്റ്റൽ. പാടല്ലേ അല്ലേ? നല്ല ദൂരമുണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന് അതുവരെ പോവാൻ. ഹോസ്റ്റലാണ്. ഇന്നിപ്പോ അവധിയായിട്ട് വീട്ടിലാ അല്ലേ? ഓക്കെ, നാളെ പോവും. നാളെ രാവിലെ തിരിച്ചു പോവും. നാളെ രാവിലെ. ഓക്കെ ഓക്കെ. എന്താണ് ഇന്ന് സ്പെഷ്യൽ വീട്ടില്? സ്പെഷ്യൽ അങ്ങനെ ചിക്കൻ വാങ്ങിയ. ചിക്കൻ വാങ്ങി. എന്തായാലും ഹോസ്റ്റലിൽ നിന്നൊക്കെ മോള് വന്ന സ്ഥിതിക്ക് എന്തായാലും വാങ്ങാണ്ടിരിക്കില്ലല്ലോ ഇല്ലേ? ആഹാ, ഓക്കെ. അപ്പൊ യെസ്, ഏതാണ് നമ്പർ? 19. 19 ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഏജ് ആണോ? ഇല്ല. ഓക്കെ, നോക്കാം. 19 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അയ്യോ, ഇല്ലല്ലോ. ഇല്ല കേട്ടോ. ഓക്കെ, സാരല്ല. താങ്ക് യു സോ മച്ച്. ബൈ. സോ അഞ്ജലിക്കുട്ടിക്കും സ്വർണം കിട്ടിയിട്ടില്ല. ഇതുവരെ ഒരാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഒരുപാട് ബോക്സസ് പക്ഷെ ഓപ്പൺ ആക്കാനുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കോൾ എടുക്കാം. അടുത്ത കോളിലോട്ട് പോവാം. ഹലോ 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 പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? അമൽ അല്ലേ? അമൽ, ടിവിയുടെ വോളിയം നന്നായിട്ട് കുറച്ചിട്ട് ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിച്ചേ. കുറച്ചോ? ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ അമലിന്? കേക്കാ അല്ലേ? അമൽ എത്രാം ക്ലാസ്സിലാ? 6th സ്റ്റാൻഡേർഡിലാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് അമൽ? അമ്മ, മാമൻ, ആന്റി. ഇത്രയും പേരുണ്ട്. അമൽ ഒന്നും മിണ്ടുന്നില്ല. അമൽ ഇങ്ങനെ ആലോചിച്ചൊക്കെ എടുത്ത് പറയാ. കുറച്ച് ഫാസ്റ്റ് ആയിട്ടൊക്കെ പറ അമലേ. വീട്ടിൽ എന്താ വിളിക്കുന്ന അമലിനെ? അല്ലു. നല്ല പേരാണല്ലോ അല്ലു. വെക്കേഷൻ എന്താ അല്ലുവിന്റെ പരിപാടി? വെക്കേഷൻ എന്താ ചെയ്യുന്നത് മെയിൻ ആയിട്ട് അല്ലു? ആന്റിയുടെ വീട്ടിലൊക്കെ പോയിട്ട് വന്നു അല്ലേ? ഏറ്റവും ഇഷ്ടം എന്താ ചെയ്യാനായിട്ട്? ഡ്രോയിങ്. മിണ്ടുന്നില്ല. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമ്പറിലോട്ട് പോവാം. ഏതാണ് നമ്പർ? 52. 52. ഓക്കെ, 52 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. അല്ലുവിന് ഗോൾഡ് ഉണ്ടോ നോക്കട്ടെ. 52 ഗോൾഡ് ഉണ്ടോ? ഓപ്പൺ ആക്കുമ്പോൾ ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടും കേട്ടോ. ടാറ്റാ, ഹാപ്പി ഈസ്റ്റർ, ബൈ. മോളെ മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് സംസാരിക്കണം. കുട്ടികൾ വിളിക്കുമ്പോഴാണ് നമുക്ക് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ എനർജറ്റിക് ആയിട്ട് എപ്പോഴും സംസാരിക്കണം കേട്ടോ അല്ലു. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ എനർജറ്റിക് ആയിട്ട് വിളിക്കണം. ഓക്കെ, അതുപോലെ തന്നെ വാട്സപ്പിൽ അയക്കാൻ മറക്കണ്ട. 8086011443 എന്ന നമ്പറിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്ര അയക്കാം കേട്ടോ. സോ യെസ്, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? പത്തനംതിട്ടയിൽ ഷെജീനയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? 2 പിള്ളേരും ഹസ്ബൻഡും. കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? എത്രാം ക്ലാസ്സിലേക്കാ കുട്ടികൾ? ഒരാൾ ഇനി 8ലും ഒരാൾ 4ലും. 8ലും 4ലും. വെക്കേഷൻ അല്ലേ രണ്ടുപേർക്കും? വീട്ടിൽ കിടന്ന് ബഹളമാണോ? ഓക്കെ, എന്താ? ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, ഏത് നമ്പറാ ചൂസ് ചെയ്തത്? 60. 60 അല്ലേ? ഓക്കെ, 60 ഗോൾഡ് ഉണ്ടോ ഷെജീനക്ക്? നമുക്ക് നോക്കാം. നോക്കട്ടെ. 60 അല്ലേ? 60 അല്ലേ? 60. ഓക്കെ, 60 ഓപ്പൺ ചെയ്യുവാണേ. അയ്യോ, ഇല്ല കേട്ടോ. ഇനി വിളിക്കാം. അതാണ്, ഇനിയും വിളിക്കണം. താങ്ക് യു, ടാറ്റാ.
അതാണ് ഇനിയും വിളിക്കാം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സോ യെസ്, നമ്മുടെ ഈസ്റ്റർ ആയിട്ട് ഇന്ന് നമുക്ക് സ്വർണം കിട്ടാനുള്ളൊരു വഴിയാണ് നമ്മുടെ ഈ സ്വർണ്ണ വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഭയങ്കര ലക്കി ആയിട്ടുള്ളവരൊക്കെ ഫോൺ എടുത്ത് അങ്ങ് വിളിക്കും, ജസ്റ്റ് ഒരു കോളല്ലേ അല്ലേ. സോ യെസ്, നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ, പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? വാസു, തൃശ്ശൂർന്ന്. വാസു, ഓക്കെ. ഫുൾ നെയിം വാസു എന്നാണോ വാസുദേവൻ എന്ന് വല്ലതും ആണോ? വാസു മാത്രം. വാസു എന്ന് മാത്രം. ഓക്കെ ഓക്കെ. തൃശ്ശൂർ അല്ലേ സ്ഥലം? അതെ. എന്താ ചെയ്യുന്നേ? ഞാൻ മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഭാര്യ, 2 മക്കൾ, മകൾ. 2 പെൺമക്കളാ അല്ലേ? മകനും മോളും. മകനും മോളും. ഓക്കെ. എന്താ പേര്? മക്കളുടെ പേരെന്താണ്? എന്റെ പേരോ? അല്ല, മക്കളുടെ പേര്. അഖിലും അഞ്ജനയും. അഖിലും അഞ്ജനയും. എല്ലാരും ഉണ്ടോ? വീട്ടിലുണ്ടോ? മക്കള് വീട്ടിലുണ്ട്. ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ? 68, നമ്പർ 68. 68 അല്ലേ? ഓക്കെ. 68-ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ. 68 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ്, ലെറ്റ്സ് സീ. സോറി, ഇല്ല കേട്ടോ. ശരി ശരി. ഓക്കെ ഓക്കെ. താങ്ക് യു. ഹാപ്പി ഈസ്റ്റർ. ബൈ. സോ ഗോൾഡ് കിട്ടിയിട്ടില്ല. ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോളറിനാണ് ഗോൾഡ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. ബാക്കി വിന്നേഴ്സ് എവിടെയാണ് നിങ്ങൾ? പെട്ടെന്ന് തന്നെ വിളിക്കൂ, സ്വർണ്ണം നേടൂ. അതുപോലെ വാട്സപ്പിലും അയച്ചേക്കണം. വാട്സപ്പിൽ നമുക്ക് ലാസ്റ്റ് 12:45 ഒരു സമയമുണ്ട്. 12:45-ന് ശേഷം നമ്മൾ വാട്സപ്പിലെ വിന്നേഴ്സിനെ നോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മിസ് ചെയ്യേണ്ട, അങ്ങനെ ഒരു ചാൻസും കൂടെ മിസ് ചെയ്യേണ്ട. സ്വർണ്ണം കിട്ടിയവരാണെന്നുണ്ടെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കോൾ കണക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ അയക്കാൻ വളരെ ഈസിയാണ്, അത് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ ഹലോ, പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? രാജേന്ദ്രൻ. എവിടുന്നാ വിളിക്കുന്നേ? പാറശാല, നെയ്യാറ്റിങ്കര. എന്താ ചെയ്യുന്നേ? ഞാൻ കൺസ്ട്രക്ഷൻ വർക്കാണ്. ഇന്ന് എന്താണ് ഈസ്റ്റർ ഒക്കെ അല്ലേ, അവധിയൊക്കെ അല്ലേ, എന്തൊക്കെയാണ് പരിപാടി? അതെ അതെ അതെ, അവധി പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. റെസ്റ്റ് ആണ്. വർഷവും കണ്ടോണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഓക്കെ ഓക്കെ, അത് മതി. ഏതാണ് നമ്പർ? നമ്പർ 14. 14. 14-ല് രാജേന്ദ്രൻ ചേട്ടന് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. ഗോൾഡ് ഉണ്ടോ? 14 അല്ലേ? 14 അല്ലേ? 14. ഓക്കെ, തുറന്ന് നോക്കുവാണ്. അയ്യോ, ഇല്ലല്ലോ. യെസ്, താങ്ക് യു സോ മച്ച്. ബൈ. അപ്പോൾ സ്വർണം കിട്ടിയിട്ടില്ല, നമുക്ക് നോക്കാം നെക്സ്റ്റ് ടൈം കിട്ടുമോ എന്നുള്ളത്. വിളിച്ചുകൊണ്ടേ ഇരിക്കുക, വാട്സപ്പിലും അയക്കുക. എന്തായാലും നമ്മുടെ സ്വർണ്ണവർഷത്തിന്റെ അടുത്ത കോളർ ആരാന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ, പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? മിണ്ടുന്നില്ല, കോള് കണക്റ്റ് ആയില്ല എന്ന് തോന്നുന്നു. ഹലോ 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 ഹലോ, ഒന്ന് മിണ്ടൂ. കണക്റ്റ് ആയിട്ട് മിണ്ടാണ്ടിരിക്കുക. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇതാരാണ്? ഗിരിജ. എവിടുന്നാ വിളിക്കുന്നേ? ഹലോ ഹലോ, ഗിരിജയല്ലേ? അതെ. ഡാഡി ഗിരിജയാണോ? പാലക്കാട്. കേട്ടില്ല. ഓക്കെ, എന്താ ചെയ്യുന്ന ഗിരിജ? ഹലോ, കേൾക്കുന്നുണ്ടോ? ടിവിയിൽ ശ്രദ്ധിക്കുന്നോണ്ടാണോ കേൾക്കാത്തത്? ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കണേ. ഓക്കെ. ഞാൻ ഇവിടെയാണ്, റൂമിലാണ്. ഞാൻ ടിവിയുടെ മുന്നിലല്ല. അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്ന ഗിരിജ? ഞാൻ സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള ഗിരിജയല്ലേ? അതെ, സ്റ്റിച്ചിങ് ഒക്കെ ഉള്ള. ഓക്കെ ഓക്കെ ഓക്കെ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ ആയിട്ട് എന്താണ് സ്പെഷ്യൽ? വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ഈസ്റ്റർ ആയിട്ട് ഒന്നുമില്ല. വീട്ടിലാരൊക്കെയുള്ള? മക്കളൊക്കെ ഉണ്ടോ? ഇല്ല, ഹസ്ബൻഡും വൈഫും മാത്രമല്ലേ? നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ? ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ പുറത്തോട്ടൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടോ ഇന്ന്? പുറത്തൊന്നും പോവില്ല, വീട്ടിൽ തന്നെ. പോയി. എന്തോ? വീട്ടിലുണ്ട്. സിനിമയൊന്നും കാണാൻ പോകുന്നില്ല വൈകുന്നേരം? ടിവിയിൽ കാണും. ഓക്കെ ഓക്കെ. യെസ്. ഏതാണ് നമ്പർ? നമ്പർ 25. 25 അല്ലേ? 25-ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, 25 ഗോൾഡ് ഉണ്ടോ?
ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഈസ്റ്റർ ആയിട്ട് അടിപൊളിയായല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ കിട്ടുന്നേ? ഭയങ്കര ഹാപ്പി അല്ലേ? ഞാനിത് 5ാമത്തെ പ്രാവശ്യം ക്രിസ്തുമസിന്റെ ആലോചിച്ചിട്ടാ പറഞ്ഞത്. ക്രിസ്മസിന്റെ വെച്ചിട്ടാണ് 25 പറഞ്ഞല്ലേ? 25 പറഞ്ഞത് ക്രിസ്തുമസ് 25-നല്ലേ വരിക. യെസ്, അങ്ങനെ കണക്ട് ചെയ്തത് കറക്റ്റ് ആയല്ലേ? അതെ. അങ്ങനെ കണക്ട് ചെയ്തിട്ടാണോ ഇതിനകത്ത് വെച്ചതെന്ന് അറിയില്ല പ്രൊഡ്യൂസർ. എന്തായാലും അങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിച്ചിട്ടാണോ നമ്മുടെ പ്രൊഡ്യൂസർ ഇതിനകത്ത് വെച്ചതെന്ന് അറിയില്ല. ഒരുപാട് നന്ദി. അടിപൊളി അടിപൊളി. അതാണ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇന്ന് എന്തായാലും പുറത്തൊന്നും പോകാൻ പ്ലാൻ ഇല്ലായിരുന്നല്ലോ. ഇനിയിപ്പോ ഗോൾഡ് ഒക്കെ അടിച്ച സ്ഥിതിക്ക് ആഘോഷിക്കണ്ടേ? ഓ, സന്തോഷം കാരണം വയ്യല്ലേ? അപ്പൊ ഹസ്ബൻഡിനെ ഒക്കെ വിളിച്ചു പറയട്ടോ. ഹാപ്പി ഈസ്റ്റർ ഒരിക്കൽ കൂടി. അയച്ചു തരും. എന്തായാലും ഇവിടുന്ന് കോൾ ഉണ്ടാവും, ഡീറ്റെയിൽസ് എടുത്തിട്ട് അയച്ചു തരും. ഓക്കെ, ഇവിടുന്ന് കോൾ ഉണ്ടാവും, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് അയച്ചു തരും. ഓക്കെ, ബൈ. സോ ഭയങ്കര ഹാപ്പിയാണ് ഗിരിജ. അപ്പൊ നമ്മുടെ സെക്കൻഡ് വിന്നർ ആണ് ഇന്നത്തെ ദിവസം. ഗിരിജ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇടയ്ക്ക് വിളിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ച പോലെ. അപ്പോൾ യെസ്, 5th ടൈമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ 5th ടൈം കിട്ടിയല്ലേ, അത് തന്നെയാണ്. വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചു എന്നുള്ളതാണ് അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. ചിലപ്പോൾ ഫസ്റ്റ് ട്രൈയിൽ തന്നെ കിട്ടിയെന്നും വരും കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് വിന്നേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ഇതുപോലെ തന്നെ ഒരു 3rd, 4th, 5th ട്രൈയിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവിഷയത്തിലേക്ക് സ്വാഗതം. ആരാണ്? കൃഷ്ണൻകുട്ടി. എവിടെന്നാ വിളിക്കുന്നത് കൃഷ്ണൻകുട്ടി? നെയ്യാറ്റിങ്കര. എന്താ ചെയ്യുന്നേ? കൺസ്ട്രക്ഷൻ വർക്ക് ആണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഭാര്യ, 2 മക്കൾ. ആഹാ, ഭാര്യയുടെ പേരെന്താണ്? ഉഷകുമാരി. ഉഷാകുമാരി. ഓക്കെ, മക്കളുടെ പേരെന്തൊക്കെയാണ്? അനുവും അരുണും. അരുണും ഒക്കെ എന്ത് ചെയ്യുന്നു? ഒരാള് ദുബായില്, ഒരാള് വീട്ടിലുണ്ട്. ഓക്കെ. അപ്പൊ ചേട്ടാ, ഏതാണ് നമ്പർ? 37. 37 അല്ലേ? ഓക്കെ, 37-ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. 37-ല് കൃഷ്ണൻകുട്ടി ചേട്ടന് ഗോൾഡ് ഉണ്ടോ നോക്കട്ടെ. 37. അയ്യോ, ഇല്ലല്ലോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഇനിയും വിളിക്കണം. അതാണ്. ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, അപ്പോൾ കൃഷ്ണൻകുട്ടി ചേട്ടന് കിട്ടിയില്ല. നമുക്ക് തൊട്ട് മുന്നേ ഒരു വിന്നറിനെ കിട്ടിയതേ ഉള്ളൂ. ബാക്ക് ടു ബാക്ക് കിട്ടില്ലല്ലോ അല്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടില്ല. അപ്പോൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ. നമസ്കാരം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? കേൾക്കുന്നുണ്ടോ? ഹലോ. കേക്കാം. വസന്ത. എവിടെന്നാ വിളിക്കുന്നേ? ഹലോ ചേച്ചി. വസന്ത ചേച്ചി എവിടെന്നാ വിളിക്കുന്നേ? കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ചേച്ചി? ഭർത്താവ്, പിന്നെ മോന്റെ ഭാര്യ, മോന്റെ കുട്ടി. എല്ലാരും ഉണ്ട്. മോന്റെ കുട്ടി ഇപ്പൊ എത്രയായി? കുഞ്ഞു വാവയല്ലേ അല്ലേ? കുഞ്ഞു വാവയാണോ? കൊച്ചുമോൻ കുഞ്ഞു വാവയാണോ? കേക്കുന്നില്ല അല്ലേ ചേച്ചി? എനിക്ക് നമ്പർ പറഞ്ഞോ. 18. 18 എവിടെ? 18. യെസ്, 18-ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. 18 അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന 18-ൽ ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് നോക്കട്ടെ. അയ്യോ, ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ടൈം ചിലപ്പോൾ ലക്ക് ഉണ്ടായിന്ന് വരും. ചേച്ചി ഇനിയും വിളിക്കുക. ഓക്കെ, ടാറ്റാ, ഹാപ്പി ഈസ്റ്റർ. സോ യെസ്, വസന്ത ചേച്ചിക്ക് കിട്ടിയിട്ടില്ല. ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? ഒന്നാരാണ്? വേണുഗോപാൽ ചേട്ടൻ. രണ്ടാമത്തത് ഗിരിജ അല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് ആരാണെന്ന് നമുക്കറിയില്ല. നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കാം അടുത്ത വിന്നർ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് കിടക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? രവീന്ദ്രൻ. എവിടെ നിന്ന് വിളിക്കുന്നു?
നോർത്ത് പരവൂരിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് വൈഫുണ്ട്, മോനുണ്ട്, ആ. പിന്നെ മോന്റെ വൈഫുണ്ട്. ആഹാ, ഓക്കെ. ഇന്ന് ഈസ്റ്റർ ആയിട്ട് എന്താണ് പരിപാടി? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ വീട്ടിൽ? എന്തോ പരിപാടിയൊന്നുമില്ല. ഓക്കെ ഓക്കെ, യെസ്. ഏതാണ് നമ്പർ? 42. 42. ഓക്കെ, 42-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ. ഓക്കെ, 42-ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. ഇല്ല കേട്ടോ. ഓക്കെ, ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു, ബൈ. ഓക്കെ, യെസ്. അപ്പോൾ ഇതുവരെ നോക്കുമ്പോൾ നമുക്ക് 2 വിന്നേഴ്സിനെ കിട്ടിയിട്ടുള്ളൂ. ഇനിയും വിന്നേഴ്സിനെ കിട്ടണം. നിങ്ങൾക്ക് വാട്സപ്പിലും അയക്കാം. 8086011443. ഇതാണ് നമ്പർ, 8086011443. ഓക്കെ, നമ്മുടെ സമ്മാനം എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. ഒരു ചാൻസ് മിസ്സാക്കരുത്. സ്വർണം എത്രത്തോളം നമുക്കറിയാം ഇപ്പോൾ വിലയുള്ള ഒന്നാണെന്ന്. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത്. സോ നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ധാരാണ്? എന്റെ പേര് സോണിയമാണ്. ആഹാ, എവിടുന്നാ വിളിക്കുന്നേ? പാവുക്കര എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്. അത് ഏത് ഡിസ്ട്രിക്റ്റാ? എന്തോ? ഏത് ഡിസ്ട്രിക്റ്റാ അത്? ആലപ്പുഴ ജില്ല. ആലപ്പുഴ. ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, ആ, വീട്ടിൽ തന്നെ ഉണ്ട്. വീട്ടിൽ തന്നെ ഉണ്ട്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് പപ്പായും അമ്മയും പപ്പാടെ പെങ്ങളും ഉണ്ട്. ഉണ്ട്. ഓക്കെ. ഈസ്റ്റർ ആയിട്ട് എന്താണ് സ്പെഷ്യൽ ഇന്ന് വീട്ടില്? ഈസ്റ്റർ ആയിട്ട് രാവിലെ കോഴിക്കാലും പിന്നെ അപ്പോ. ഓക്കെ. കേക്ക്. കേക്ക് വീട്ടിലുണ്ടാക്കിയോ? കേക്ക് ആ, വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ആരാ? അമ്മ ഉണ്ടാക്കിയോ? ആ, അമ്മയും മാവിയും കൂടെ ഉണ്ടാക്കുന്നു. ഉണ്ടാക്കി. ഉച്ചക്ക് എന്താണ്? ഉച്ചക്ക് എന്തുവാന്ന്? ഉച്ചക്ക് ചിക്കന്, താറാവാണ് ഉച്ചക്ക്. ഓക്കെ, അടിപൊളി. ആലപ്പുഴ ആണല്ലോ, താറാവാണല്ലോ സ്പെഷ്യൽ ആണ്. ആ, അടിപൊളി അടിപൊളി. അതപ്പോ ഇന്ന് ഗ്രാൻഡ് ആണ്. എന്തോ അവിടെ ഈസ്റ്ററിന് എന്തുവാ പരിപാടി? എനിക്കാണോ? എന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ആണ് മെയിൻ ആയിട്ട്. നമ്മൾ ചിക്കന്റെ ആൾക്കാരാണ്, അതുകൊണ്ട് ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, അതാണ് പ്ലാൻ. വീട്ടിൽ ചെല്ലുമ്പോ ഇതൊക്കെ റെഡിയായി അമ്മ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും. അതാണ് പരിപാടി. ഓക്കെ ഓക്കെ. അപ്പൊ നമ്പർ ചൂസ് ചെയ്തോ? നമ്പർ ചൂസ് ചെയ്തില്ല. ഒരു നമ്പർ എത്ര? 22. 22. ഓക്കെ, 22-ല് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. സോണിക്ക് നോക്കട്ടെ. ഓക്കെ, 22 ഓപ്പൺ ചെയ്യട്ടെ. അയ്യോ, ഇല്ല. സോറിയോ ഓപ്സോ ആയിരിക്കും. ഇത്തവണ സോറിയാണ് കേട്ടോ. നെക്സ്റ്റ് ടൈം ഗോൾഡ് കിട്ടട്ടെ. ആ, സാരമില്ല, നെക്സ്റ്റ് ടൈം ഗോൾഡ് കിട്ടും എന്ന് വിചാരിക്കാം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ സോണിക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല. സോ സോണി എക്സ്പെക്റ്റഡ് ആയ പോലെയാണ്, കിട്ടാൻ ചാൻസ് ഇല്ല. അങ്ങനെ വിചാരിച്ച് പറയരുത്. എപ്പോഴും നമ്മൾ കിട്ടും എന്ന് വിചാരിച്ച് വേണം നമ്പർ പറയാൻ, അപ്പോഴാണ് കിട്ടാൻ ചാൻസ് കൂടുതൽ. സോ നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇത് ആരാണ്? റിയാസ്. എവിടുന്നാ വിളിക്കുന്നേ? ആലപ്പുഴ. റിയാസ്, ഒരു കാര്യം ചെയ്യണ്ടേ, നമ്മുടെ ടിവിയുടെ വോളിയം കുറയ്ക്കുക കേട്ടോ. ഓക്കെ, അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, പ്രേക്ഷകരോടാണ്. നമ്മുടെ വാട്സപ്പിന്റെ ടൈം കഴിഞ്ഞിരിക്കുക കേട്ടോ, വാട്സപ്പിൽ അയക്കാനുള്ള. അപ്പോൾ ഇനി വാട്സപ്പിൽ അയക്കേണ്ട, ഇനി നിങ്ങൾക്ക് ഫോൺ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ മാക്സിമം കോൾ ചെയ്ത് സ്വർണ്ണം നേടാൻ നോക്കുക. ഓക്കെ, റിയാസ് ഇപ്പോഴും ടിവിയുടെ വോളിയം കുറച്ചില്ലേ? എനിക്ക് കേൾക്കാം എൻ്റെ ശബ്ദം. കുറച്ചോ? ഓക്കെ, റിയാസ് ഏത് നമ്പറാണ്? 12. ഓക്കെ, 12-ല് റിയാസിന് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ, 12 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി, അടിപൊളി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്
ഇത്രയും നേരം ഞാൻ വെച്ചു റിയാസ് ഒറ്റയ്ക്ക് എവിടെ നിന്നോ ഏതോ ഐലൻഡിൽ നിന്ന് വിളിക്കുന്നു എന്ന്. സ്വർണം കിട്ടിയപ്പോഴാണ് ചുറ്റിനുള്ള ആൾക്കാരുടെ ശബ്ദം കേട്ടത്. എല്ലാരും ഉണ്ട്. ആരൊക്കെയാ ഉള്ളത് കേക്കട്ടെ? ഭാര്യയും 2 മക്കളും. ഭാര്യയും 2 മക്കളും ഉണ്ട്. മക്കളൊക്കെ എത്ര ക്ലാസ്സിലൊക്കെയാ? മോൻ 6ലും മോള് 2ലും. ഓക്കെ, എന്തായാലും ഈസ്റ്റർ ആയ സ്ഥിതിക്ക് ഈസ്റ്ററിന്റെ അന്ന് തന്നെ സ്വർണം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. അപ്പൊ നമുക്ക് 3 പേർക്ക് ഇപ്പൊ സ്വർണം കൊടുക്കാൻ പറ്റി. ഇനി ഒരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. ഇനി സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണവർഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. യെസ്, നമ്മുടെ സ്വർണ്ണവർഷത്തിൽ നമ്മൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 വിന്നേഴ്സിനെ കിട്ടി. 3 വിന്നേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്കൊന്നു ഏറ്റവും ലാസ്റ്റ് റിയാസ് ആണ് വിൻ ചെയ്തത്, ഗിരിജ, അതുപോലെ വേണുഗോപാൽ. 3 പേരാണ് ഇതുവരെ വിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കോളേഴ്സിനെ വേണം. നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? പ്രീത. പ്രീത എവിടുന്നാ വിളിക്കുന്നേ? വർക്കല. ഓക്കെ, വർക്കലയാണ്. എന്താ ചെയ്യുന്നത് പ്രീത? ഞാൻ KSSC സ്റ്റാഫാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട് പ്രീത? മോന്റെ ഹസ്ബൻഡ് ഉണ്ട്. എല്ലാവർക്കും സുഖമാണോ? മോൾ എത്രാം ക്ലാസ്സിലൊക്കെയാ? ഹലോ, മോൾ എത്രാം ക്ലാസ്സിലാ? മോള് 10th-ലാണ്. ഓക്കെ. യെസ്, അപ്പൊ ഇപ്പൊ വെക്കേഷനാ അല്ലേ? പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ റിസൾട്ട് വരാൻ നോക്കിയിരിക്കുക അല്ലേ? ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, എന്നാ റിസൾട്ട് വരുന്നേ? നെക്സ്റ്റ് മന്ത് വരുമായിരിക്കും. അല്ലേ, നെക്സ്റ്റ് മന്ത് വരും. ഓക്കെ. വെക്കേഷൻ ആയിട്ട് എന്താണ്, എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് പോയോ? പോയിട്ടില്ല. പോവാൻ പ്ലാൻ ഉണ്ട്? ഇല്ല, വേറെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് പോകുന്നില്ല ഇത്തവണ. ഓക്കെ. ഏതാണ് നമ്പർ? 67 അല്ലേ? 67 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ, 67 ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ, ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, യെസ്, അപ്പോൾ സ്വർണം കിട്ടിയിട്ടില്ല, സാരമില്ല. നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഇതാരാണ്? എറണാകുളം. യെസ്, റജില, സുഖമായിട്ടിരിക്കുന്നോ? സുഖം. എന്താണ് ഈസ്റ്റർ ആയിട്ട് സ്പെഷ്യൽ? സ്പെഷ്യൽ ഒന്നും ഇല്ല. ഓക്കെ, നമ്പർ സെലക്ട് ചെയ്തോ? TV ശ്രദ്ധിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലേ? നമ്പർ ഏതാണ്? നമ്പർ പറയാം. നമ്പർ 50 50 അല്ലേ? 50. ഓക്കെ, 50 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ, 50 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, കേട്ടോ? സാരമില്ല. ഓക്കെ, നെക്സ്റ്റ് ടൈം ലക്ക് കിട്ടട്ടെ ഇതുപോലെ തന്നെ. ഓക്കെ, താങ്ക് യു, ടാറ്റാ, ഹാപ്പി ഈസ്റ്റർ, ബൈ. സോ റജിലയ്ക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല. വാട്സപ്പ് ടൈം കഴിഞ്ഞു. നിങ്ങൾ വാട്സപ്പിൽ അയക്കണ്ട, കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ചന്ദ്രിക അല്ലേ? ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്നാ?
പറവൂർ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡ്, മോനും വൈഫും. ആഹാ, ഹസ്ബൻഡും മോനും വൈഫും. മോന്റെ വൈഫും അല്ലേ? ഓക്കെ ഓക്കെ. മോൻ എന്താ ചെയ്യുന്നേ? മോന് ഗവൺമെന്റ് ജോലി ഉണ്ട്. ആഹാ, ഓക്കെ. ഈസ്റ്റർ ആയിട്ട് എന്താണ് വീട്ടില് എല്ലാരും ഉണ്ടോ? വിശേഷം വേറെ ഇതൊന്നുമില്ല. വേറെ പ്രത്യേകത ഒന്നുമില്ല അല്ലേ? സെലിബ്രേഷൻ ആയിട്ടില്ല. ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ ചൂസ് ചെയ്തത്? 29. 29 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചന്ദ്രിക ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ 29? നോക്കട്ടെ. അയ്യോ ഇല്ലല്ലോ. ഓ സാരമില്ല സാരമില്ല കേട്ടോ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ ചേച്ചി, ടാറ്റാ, ഹാപ്പി ഈസ്റ്റർ, ബൈ. അപ്പോൾ ചേച്ചിക്കും കിട്ടിയിട്ടില്ല, ചേച്ചി വിഷമമായി കിട്ടാത്തതുകൊണ്ട്. പക്ഷെ സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടും. ഓക്കെ. ഇപ്പോൾ ഇൻ കേസ് ചേച്ചി വാട്സപ്പിൽ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും നമുക്ക് നോക്കാം എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്തോ? ഹലോ, ഇതാരാണ്? കേക്കുന്നില്ലേ? ഇപ്പൊ കേക്കുന്നുണ്ടോ? ഹലോ, കേക്കുന്നില്ല. ഓ, ടിവിയിലൂടെ ശ്രദ്ധിച്ചിട്ടാ പറയുന്നത്, ഫോണിൽ കേക്കുന്നില്ല. ഹലോ ഹലോ, ഇപ്പൊ കേക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കുന്നുണ്ടോ ചേട്ടന്? ഇല്ല, ചേട്ടന്റെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കാം, പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ചേട്ടാ ഒരു കാര്യം ചെയ്യും, നമ്പർ പറയേ. ഹലോ ഹലോ ഹലോ. ഷോ, കട്ടായി പോയി. നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? അഭിത അല്ലേ? അജിത. ഓക്കെ, അജിത എവിടുന്നാ വിളിക്കുന്നേ? തൃശ്ശൂർ എന്നാണ്. ഓക്കെ, അജിത ഏതാണ് നമ്പർ? 70. എന്താ ചൂസ് ചെയ്യാൻ റീസൺ? എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമൊന്നുമില്ല. 70 അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. 70 അങ്ങ് പറഞ്ഞേക്കാം അല്ലേ? മോന്റെ പേര് ശ്രീഹരി. ശ്രീഹരി എന്നാണ് മോന്റെ പേര്. ഇടയ്ക്ക് വിളിക്കാറുള്ള മോനാണോ? മോളും ഉണ്ട്. മോളുടെ പേര് ആദിലക്ഷ്മി. ആദിലക്ഷ്മിയും ശ്രീഹരിയും. ശ്രീഹരി എത്രാം ക്ലാസ്സിലാ? ശ്രീഹരി 4, ഇനി 4, മോള് 8. ഓക്കെ, അടിപൊളി. അപ്പൊ നമ്പർ ഞാൻ തുറന്നു നോക്കട്ടെ. 70 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. ഗോൾഡ് ഉണ്ടോ 70? അയ്യോ ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. സെയിം ടു യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. അപ്പോൾ യെസ്, ഇത് നമ്മുടെ ലാസ്റ്റ് കോളർ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വിന്നേഴ്സിനെയാണ് കോളിലൂടെ കിട്ടിയിരിക്കുന്നത്. ആരൊക്കെയാണ്? വേണുഗോപാൽ ചേട്ടൻ, അതുപോലെ ഗിരിജ, റിയാസ്, 3 പേർക്ക് സ്വർണം കിട്ടി. ഇന്നത്തെ ദിവസം നമുക്ക് വാട്സപ്പ് വിന്നേഴ്സ് ഇല്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കറക്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓപ്പൺ ചെയ്തിട്ടില്ല വാട്സപ്പിലൂടെ. സോ വാട്സപ്പ് വിന്നേഴ്സ് ഇല്ല. നമുക്ക് കോളേഴ്സിലൂടെ 3 പേരെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ അല്ലേ, നെക്സ്റ്റ് സ്വർണ്ണവർഷത്തിൽ ഇനിയും ഒരുപാട് വിന്നേഴ്സിനെ നമുക്ക് കിട്ടട്ടെ. എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തേക്ക് പോവാണ്. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.